ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ കടലക്കറി തയ്യാറാക്കിയാലോ. ഇത് പുട്ടിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ എങ്ങനെയാണ് ഈ കടലക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കടലക്കറി തയ്യാറാക്കാനായിട്ട് 1 കപ്പ് കടലയാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. ഇത് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പിനാണ് 1 കപ്പ് ഞാൻ മെഷർ ചെയ്തെടുത്തത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് വെച്ചിരുന്നതാണ്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. കടല വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. പ്രഷറൊക്കെ നന്നായിട്ട് പോയതിനു ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ. കടല ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്പൂൺ കടല മാറ്റി വയ്ക്കാം. കടല വേവിച്ചെടുത്ത് അല്പം വെള്ളം കൂടി ഇതിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിയ ശേഷം നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഈ കടലക്കറി തയ്യാറാക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാവും ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ 2 ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2 ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം സവാള ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് ചേർത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 സവാള ചേർക്കാം. ഇനി സവാള ഒന്ന് പെട്ടെന്ന് വഴന്നു വരാൻ ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള പാകത്തിന് ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്ന ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച മണം ഒന്ന് മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി എല്ലാ പൊടിവകകളും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ അല്പം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുന്നതിന് വേണ്ടിയിട്ടാണ് അല്പം ചൂടുവെള്ളം ഒഴിച്ചത്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് ചേർക്കാനുള്ളത്. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടല ഇതിലേക്ക് ചേർക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ അരച്ച് വെച്ച കടലയാണ്. ഒരു വലിയ സ്പൂൺ കടല എടുത്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തത്. അതുകൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പെരുംജീരകം പൊടിച്ചതും ഗരം മസാലയും ഒക്കെ ചേർത്ത് ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കടലക്കറി തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാകും. ഇതിലൊട്ടും തന്നെ ഞാൻ തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ ചേർത്തിട്ടില്ലെങ്കിൽ പോലും നല്ല കുറുകിയ ചാറോടുകൂടിയ കടലക്കറിയാണിത്. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ അല്പം ഉപ്പ് കുറവുണ്ട്. കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഈ കടലക്കറി പുട്ടിൻ്റെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായാൽ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടിയാണ് ഇപ്പോൾ കറി ഇരിക്കുന്നത്. ഒരു വലിയ സ്പൂൺ വേവിച്ച കടല അരച്ച് ചേർത്തത് കൊണ്ടാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുന്നത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗ്രേവി കുറച്ചുകൂടി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല കുറുകിയ ചാറോടുകൂടിയ നല്ല നാടൻ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.